ഇന്നത്തെ ബിഗ് ബോസിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് രേണു സുധിയുടെ ഒരു കാര്യമാണ്. അതായത് രേണു സുധി അവരുടെ പ്രൊഫഷനെ പറ്റി പറഞ്ഞപ്പോൾ ഇത്രയധികം പ്രൊഫഷണലി എന്താ പറയുക ജോലി ചെയ്തൊരു വ്യക്തിയാണോ രേണു സുധി നമ്മൾ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇത് ഏവിയേഷൻ, നമ്മുടെ പണ്ടൊക്കെ ഇങ്ങനെ ബാഗുമൊക്കെ തൂക്കി വരുന്ന ആൾക്കാരില്ലേ സാധനങ്ങൾ വിൽക്കാൻ, സോ അതുപോലെ വരുന്ന ആ ഒരു ജോലി. പിന്നെ നേഴ്സിംഗ് പഠിക്കാൻ പോയി, 1.5 വർഷത്തോളം ബാംഗ്ലൂരിൽ പോയി നേഴ്സിംഗ് പഠിച്ചു. സോ അങ്ങനെ അതായത് പിന്നെ എന്താ പറയുക കസ്റ്റമർ കെയർ സർവീസിലും ജോലി ചെയ്തു. സോ അങ്ങനെ പല ജോലികൾ ചെയ്ത വ്യക്തിയാണ് രേണു സുധി. ഇത് സത്യം പറഞ്ഞാൽ ഞെട്ടിക്കുന്നൊരു സംഭവം തന്നെയാണ്. ഞാൻ വിചാരിച്ചില്ല പുള്ളിക്കാരി ഇത്രയും പഠിപ്പും ബാംഗ്ലൂരിൽ പോയതും അല്ലെങ്കിൽ ഏവിയേഷനൊക്കെ പഠിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ അങ്ങനെയൊന്നും കണ്ടാൽ നമുക്ക് തോന്നില്ല. അതുപോലെ തന്നെ ഫാമിലി നല്ല രീതിയിൽ അവരുടെ അച്ഛനൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണെന്നൊക്കെ എന്താ പറയുക ഇന്നത്തെ എപ്പിസോഡിലൂടെയാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും പുള്ളിക്കാരി ഓവറായിട്ട് എന്താ പറയുക ഇമോഷണൽ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് തന്നെ പറയണം. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് കഥ പറയുകയാണ്. അത് പണ്ടത്തെ ആൾക്കാർ കഥ പറയുന്ന പോലെ ഇങ്ങനെ ഉള്ള രീതിയിൽ കഥ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. നോർമലായിട്ട് എല്ലാവരും പറയുന്ന പോലെ പറഞ്ഞാൽ മതിയായിരുന്നു. എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു പുള്ളിക്കാരി ഭയങ്കര ഓവർ ആക്ട് ചെയ്ത് കഥ പറയുന്നത്. സോ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ അങ്ങനെ പറയാം. പക്ഷേ പുള്ളിക്കാരി അങ്ങനെ പറഞ്ഞത് അത്ര രസമായിട്ട് തോന്നിയില്ല. പിന്നെ പുള്ളിക്കാരുടെ പ്രൊഫഷണലി കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് ശരിക്കും ഞെട്ടിയെന്ന് പറയാം. കാരണം ഒരാൾ അത്രയധികം ജോലികൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോയത് ഒരു സംഭവം തന്നെയാണ്.